ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഓണം പരീക്ഷയ്ക്ക് ശേഷം നമ്മുടെ ബേസിക് സയൻസിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കാൻ പോവുകയാണ്. ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിന്റെ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ പല കുട്ടികളും ചിന്തിക്കുന്നത്, ആ ചിന്ത ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഓണപരീക്ഷ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്രിസ്മസ് പരീക്ഷ ഇതിലും ഭീകരമായിരിക്കുമല്ലോ എന്നുള്ള വേണ്ടാത്ത ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത്. മക്കളെ, ആദ്യമേ പറയട്ടെ, അത്തരം വേണ്ടാത്ത ചിന്തകളെ എടുത്ത് കാട്ടിലെറിയുക. ഞാൻ ചോദിക്കട്ടെ, പല കുട്ടികളും 95% കുട്ടികളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവർ പറഞ്ഞത് ഇതാണ്. അതായത് അവർക്ക് ചോദ്യം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് മക്കളെ, നിങ്ങൾ ചോദ്യം കണ്ടാൽ തിരിച്ചറിയാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്തു? ഈ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായി. അപ്പോ കഴിഞ്ഞു പോയതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ പാഠങ്ങളായിരിക്കണം അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മളെ എഴുതാൻ പ്രാപ്തനാക്കേണ്ടത്, അല്ലെങ്കിൽ എഴുതാൻ നമുക്കുള്ള ആയുധം എന്ന് പറയുന്നത്. എല്ലാ തെറ്റുകളും തിരുത്തുക കേട്ടോ. നമുക്ക് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് എന്തൊക്കെ തെറ്റ് വന്നോ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോവുക. സമയം തികയുന്നില്ല സാറേ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല സാറേ എന്നുള്ള പതിവ് പല്ലവികളൊക്കെ എന്ത് ചെയ്യുക, മാറ്റുക. ഇതിനൊക്കെ ഉത്തരം എവിടെയുണ്ട്? നമ്മുടെ എജുബോർഡിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചും നിങ്ങളെ പഠിപ്പിക്കാൻ കേരളത്തിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള അധ്യാപകന്മാരും. അപ്പൊ എന്ത് ചെയ്യുക, വേഗം താഴെ കാണുന്ന ലിങ്ക് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ കാര്യങ്ങളൊക്കെ അവിടെ ഇൻഫർമേഷനുകളെല്ലാം കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടുത്ത ക്രിസ്മസ് പരീക്ഷ നിങ്ങളുടേതാണ്, നിങ്ങൾക്കുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.